മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजधनुजे नित्ये निसुम्भावहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. സുംഭൻ തൻ്റെ സൈന്യങ്ങളോട് കൂടിയിട്ട് എല്ലാ അസുരന്മാരെയും ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് ആജ്ഞാപിച്ചു. അത് കഴിഞ്ഞ് എല്ലാ സൈന്യങ്ങളോടും കൂടി യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് പറയണത്. അതിൻ്റെ മുമ്പേ എല്ലാ അസുരവംശങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. കാലകാ ദൗർഹൃദാ മൗര്യാ കാലകേയാസ്തഥാപരേ യുദ്ധായ സജ്ജാ നിര്യന്തു ആജ്ഞയാ ത്വരിതാ മമ. കാലകാഹ കാലകന്മാർ, ദൗർഹൃദന്മാർ, മൗര്യന്മാർ, കാലകേയന്മാർ ഒക്കെ ഓരോരോ അസുരവിശേഷങ്ങളാണ്. അവരെല്ലാവരെയും പറയുകയാണ്. കാലകാഹ കാലകന്മാരും ദൗർഹൃദന്മാരും മൗര്യന്മാരും കാലകേയന്മാരും അതല്ലാതെ കണ്ട് കൂടാതെ കണ്ടുള്ളതായിട്ടുള്ള എല്ലാ അസുരവർഗങ്ങളും തഥാപരേ എന്ന് എല്ലാവരെയും പറഞ്ഞു. യുദ്ധായ സജ്ജാ നിര്യന്തു എല്ലാവരും യുദ്ധായ സജ്ജാഹ യുദ്ധത്തിനായി ഒരുങ്ങിക്കൊണ്ട് എല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിന്നോളാൻ എന്നാണ്. യുദ്ധായ സജ്ജാഹ നിന്നോളാനല്ല പുറപ്പെട്ടോളാനാണ്. നിര്യാന്തു പുറപ്പെടണം, എല്ലാവരും യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടണം എന്ന് പറയുകയാണ്. യുദ്ധായ സജ്ജാ നിര്യാന്തു ആജ്ഞയാ ത്വരിതാ മമ. മമ ആജ്ഞയാ എൻ്റെ ആജ്ഞ അനുസരിച്ച് ത്വരിതാഹ വേഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടോളൂ എല്ലാവരും എന്നാണ്. യുദ്ധത്തിനായിട്ട് ഒരുങ്ങി ഇറങ്ങിക്കോളൂ എന്നുള്ളതാണ്. നിര്യാന്തു പുറത്തേക്ക് വന്നാലും യുദ്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെടുക വരിക എന്നുള്ളതാണ്. മമ ആജ്ഞയാ എൻ്റെ ആജ്ഞ കൊണ്ട് എല്ലാവരും യുദ്ധത്തിനൊരുങ്ങി വന്നാലും എന്ന്. ഇനി ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസന നിർജഗാമ മഹാസൈന്യ സഹസ്രൈഃ ബഹുഭിർവൃതഃ. ഇത്യാജ്ഞാപ്യ എന്ന് ആജ്ഞാപിച്ചിട്ട് എല്ലാ അസുരവംശങ്ങളോടും ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട് ആ അസുരപതിയായ ശുംഭൻ, അസുരരാജാവായ ശുംഭൻ പ്രാദുരാസൻ അല്ല ശുംഭോ ഭൈരവശാസന ഭൈരവശാസനായിട്ടുള്ള ശുംഭൻ എന്നുള്ളതാണ്. ആജ്ഞാപിച്ചാൽ ആരും കേൾക്കാണ്ടിരിക്കില്ല, അത്ര ഉഗ്രമായിട്ടുള്ള ശാസനയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഭൈരവശാസന ഭീമമായ ശാസനയോടുകൂടിയ ആ ശുംഭൻ, അതായത് അതിശക്തമായിട്ടുള്ള ശാസനയോടുകൂടിയ ശുംഭൻ ആരും കേൾക്കാണ്ടിരിക്കില്ല എന്നുള്ളതാണ്. നിർജഗാമ യുദ്ധത്തിനായി പുറപ്പെട്ടു. നിർജഗാമ പുറത്തേക്ക് ഇറങ്ങി. മഹാസൈന്യ സഹസ്രൈഹി ബഹുഭിർവൃതഃ ബഹുഭിഹി മഹാസൈന്യ സഹസ്രൈഹി വൃതഃ. ബഹുഭിഹി ധാരാളം വളരെയധികം സഹസ്രങ്ങളായിട്ടുള്ള മഹാസൈന്യങ്ങളോടുകൂടി ആയിരക്കണക്കിനുള്ളതായ സൈന്യങ്ങൾ, അങ്ങനെ അനവധി സൈന്യങ്ങളുണ്ട്. ബഹുഭിഹി അനവധി സൈന്യങ്ങൾ, ആയിരക്കണക്കിനുള്ളതായിട്ടുള്ള ഭടന്മാർ നിറഞ്ഞതായിട്ടുള്ള അനവധി സൈന്യങ്ങൾ. ആ സൈന്യങ്ങളോടുകൂടി, അതായത് എല്ലാവരോടും അസുര നേതാക്കന്മാരോടൊക്കെ അവരവരുടെ സൈന്യങ്ങളായിട്ട് പുറപ്പെടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ സൈന്യങ്ങളോടും എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള സൈന്യങ്ങളോടൊപ്പം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. നിർജഗാമ മഹാസൈന്യ സഹസ്രൈഹി മഹാസൈന്യങ്ങളുടെ ആയിരക്കണക്കിനുള്ളതായിട്ടുള്ള മഹാസൈന്യങ്ങൾ അവരുടെ ബഹുഭിഹി അനവധി ബഹുഭിഹി വൃതഃ ചുറ്റപ്പെട്ടുകൊണ്ട് അവരോടുകൂടി യുദ്ധത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാണ്. ഇനി ഉൽപാദാ ബഹവസ്തത്ര പ്രാദുരാസൻ സഹസ്രശ യുഗാന്തമേഘാവൃഷു അസ്ഥിശോണിതകൃതമം. ഉൽപാദാഹ ബഹവസ്തത്ര തത്ര പുറപ്പെട്ടതായിട്ട് സമയത്ത് ബഹവഹ ഉൽപാദാഹ പ്രാദുരാസൻ ഉൽപാദങ്ങൾ, അതായത് ഓരോരോ ദുശകുനങ്ങൾ, ആ ദുശകുനങ്ങൾ ഓരോന്ന് അനവധി ദുശകുനങ്ങളുണ്ടായി എന്നാണ്. ഉൽപാദങ്ങൾ ഓരോരോ അതാണ് കൊള്ളിമീൻ എന്താവല്ലെന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അനവധി ഉണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഉൽപാദങ്ങളൊക്കെ ഉണ്ടായി. ബഹവഹ പ്രാദുരാസൻ ആവിർഭവിച്ചു. സഹസ്രശഃ ആയിരക്കണക്കിന് ഉൽപാദങ്ങളുണ്ടായി എന്നാണ്. യുഗാന്തമേഘാവ വവൃഷുഹു
യുഗാന്ത മേഘങ്ങൾ, യുഗാവസാനത്തിലുണ്ടാവുന്നതായിട്ടുള്ള മേഘങ്ങൾ, അങ്ങനെ അത്ര ധാരാളമായിട്ടുള്ള ആ വർഷം ഉണ്ടായി. വവൃഷുഹു വർഷിച്ചു. അസ്ഥി ചോണിത കർദ്ദമം, എന്നാൽ എങ്ങനെയാണ് അവർ മേഘങ്ങൾ വർഷിച്ചത്? അസ്ഥി ചോണിത കർദ്ദമം, അസ്ഥി എല്ല്, ചോണിതം രക്തം, രക്തമൊക്കെയാണ്, കർദ്ദമം ചളി, അങ്ങനെയൊക്കെയാണ് വർഷിച്ചത് എന്നാണ്. മഴ വർഷിച്ചത് വെള്ളമായിട്ട് ജലമായിട്ടൊന്നുമല്ല, അസ്ഥികളും രക്തവും ചളിയും ഒക്കെ വർഷിച്ചു എന്നുള്ളതാണ്. ക്രവ്യാദ വനദൻ വനദൻ ഘോരാ ശിവാശ്ചാപി വവാശിരേ താൻ ഉൽപാദാനനാദൃത്യ പ്രയയോ സഹിമാചലം. ക്രവ്യാദാഹ, ക്രവ്യാദന്മാര് ഈ ഭക്ഷിക്കണതായിട്ടുള്ള ജന്തുക്കള്, കുറുക്കൻ മുതലായിട്ടുള്ള ജന്തുക്കള്. ക്രവ്യാദാഹ വ്യനദൻ ഘോരാഹ, ശിവാശ്ചാപി എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ക്രവ്യാദന്മാര് എന്നുള്ളതാണ്. മാംസം ഭക്ഷിക്കണതായിട്ടുള്ള ജന്തുക്കള് ജനതൻ ശബ്ദിച്ചു, ഘോരാഹ ഘോരമായിട്ട് ശബ്ദിച്ചു, ഘോരങ്ങളായിട്ടുള്ള ക്രവ്യാദങ്ങൾ ശബ്ദിച്ചു. ശിവാശ്ചാപി വവാശിരേ, ശിവാഹ കുറുക്കന്മാർ, കുറുനരി, ശിവാഹ കുറുനരികള്, ശിവാശ്ചാപി വവാശിരേ അവരൊക്കെ ഓടിയിട്ടു. താൻ ഉൽപാദാനനാദൃത്യ, ആ ഉൽപാദങ്ങളെയെല്ലാം അനാദൃത്യ ആദരിക്കാതെ കണ്ട്, അതൊന്നും വകവയ്ക്കാതെ കണ്ട്, താൻ ഉൽപാദാൻ അനാദൃത്യ വകവയ്ക്കാതെ കണ്ട്, ആ ഉൽപാദങ്ങളെയൊന്നും കണക്കാക്കാതെ കണ്ട്, ദുഷ്ടഗുണങ്ങൾ അനവധി കണ്ടു, പക്ഷെ അതൊന്നും കണക്കാക്കാതെ കണ്ട് പ്രയയൗ സ ഹിമാചലം, ഹിമാചലത്തിലേക്ക് പോയി എന്നാണ്. ഹിമാചലത്തിലാണല്ലോ ദേവി ഇരിക്കണത്. അപ്പോൾ ആ ഹിമാചലത്തിലേക്ക് പ്രയയൗ പോയി. ഇനി ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തത്സൈന്യമതിഭീഷണം ജ്യാസ്വനൈ പൂരയാമാസ ധരണീ ഗഗനാന്തരം. ചണ്ഡിക ദേവി ആ ആയാന്തം ദൃഷ്ട്വാ വരുന്നതായിട്ടുള്ള ആ സൈന്യം കണ്ടിട്ട്, വളരെയധികം തത്സൈന്യം ആ സൈന്യത്തെ കണ്ടിട്ട്, ആയാന്തം തൻ്റെ നാട്ടിൽ വരുന്നതായിട്ടുള്ള ആ സൈന്യത്തെ കണ്ടിട്ട്, അതിഭീഷണം എങ്ങനെയുള്ളതാണ് ആ സൈന്യം? അതിഭീഷണം അത്യധികം ഭീഷണമായിട്ടുള്ള ആ സൈന്യത്തെ കണ്ടിട്ട്, വളരെ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട് സൈന്യത്തിൽ. കണ്ടാലും നല്ല ഭീമാകാരന്മാരായിട്ടുള്ളതായ ഘോരരൂപികളായിട്ടുള്ള രാക്ഷസന്മാർ ധാരാളമുണ്ട്. അങ്ങനെ അതിഭീഷണമായിട്ടുള്ള ആ സൈന്യം തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ജ്യാസ്വനൈഹി പുരയാമാസ ധരണീ ഗഗനാന്തരം. ദേവി ജ്യാസ്വനൈഹി തൻ്റെ വില്ലിൻ്റെ ഞാണിൻ്റെ ശബ്ദം കൊണ്ട്, ജ്യാസ്വനൈഹി, ജ്യാൻച ഞാണ്, വില്ലിൻ്റെ ഞാണ്, ആ ഞാണിൻ്റെ ശബ്ദം കൊണ്ട് ധരണീ പൂരയാമാസ പൂരിപ്പിച്ചു. ധരണീ ഗഗനാന്തരം, ധരണി ഭൂമി, ഗഗനം ആകാശം, ആ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കുള്ളതായിട്ടുള്ള സ്ഥലം മുഴുവനെ അങ്ങോട്ട് ഈ ശബ്ദം പരന്നു എന്നാണ്. അത്ര ദേവിയുടെ വില്ലിൻ്റെ ഞാണിൻ്റെ ശബ്ദം ആ ഭൂമിയിലും ആകാശത്തിലും പരന്നു എന്നാണ്. അവിടെ മുഴുവനെ പരന്നു, ഭൂമിയിൽ മുതൽ ആകാശം വരെ പരന്നു, ശബ്ദം കേൾക്കായി എന്നാണ്. അത്ര ഘോരമായിട്ടുള്ള ശബ്ദം, ആ ഞാണിൻ്റെ ശബ്ദം പരന്നു എന്നാണ്. ഗഗനാന്തരം അതിൻ്റെ ഇടയിലുള്ള സ്ഥലം, ധരണിക്കും ഗഗനത്തിനും ഇടയ്ക്കുള്ളതായിട്ടുള്ള സ്ഥലം മുഴുവൻ വ്യാപിച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.